സത്യമായോ? നിനക്ക് നിന്റെ ഇടത് കാൽവിരൽ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയാ അമ്മയെ പറയുന്നേ? ഞാൻ എന്റെ വലതുകാൽ വിരലല്ലേ ചലിപ്പിക്കുന്നേ? എടാ, പക്ഷേ നീ നിന്റെ ഇടത് കാൽവിരൽ ചലിപ്പിച്ച പോലെ എനിക്ക് തോന്നിയല്ലോ. ആണോ ആണോ കണ്ണേട്ടാ? ഇടത് കാൽവിരലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, അതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പഴയതിന്നും ഒരു മാറ്റവും ഇല്ല. അല്ല, അമ്മ എന്തായിരുന്നു പതിവില്ലാതെ ചായയൊക്കെ ആയിട്ട്? ഇവനൊരു ചായ ഇട്ട് കൊടുക്കാന്ന് കരുതി. ഇതേടാ മോനെ. അല്ല, വിശ്വസിച്ച് കുടിക്കാവോ? അതെന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, സാഹചര്യം അങ്ങനെയാണല്ലോ. ഇയാളുടെ പേരിലേക്ക് സ്വത്തൊക്കെ മാറ്റാൻ പോകുന്നുണ്ട്. എന്റെ അനിയനും മേഘനും ഒക്കെ ചിലപ്പോ ശക്തമായ നിർദ്ദേശം തന്നു കാണും. ഇനി അമ്മയെ കൊണ്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂന്ന്. എടാ, നിനക്കെന്റെ മനസ്സറിയില്ലേ മോനെ? അമ്മയുടെ മനസ്സ് എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയാൻ പറ്റുന്നേ? എന്റെ മനസ്സാ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റാത്തെ. ഇന്ന് കണ്ണേട്ടിന് ചായ കൊടുത്തതിരിക്കട്ടെ. അമ്മ ഇനി കണ്ണേട്ടൻ ചായയും ഭക്ഷണമൊന്നും കൊടുക്കണ്ട, എല്ലാം ഞാൻ തന്നെ കൊടുത്തോളാം. അതെന്തൊരു പറച്ചില്ല? നീ വരുന്നതിന് മുമ്പേ ഞാനായിരുന്നല്ലോ ഇവനെല്ലാം ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ അന്നത്തെ അമ്മയല്ല ഇപ്പോഴത്തെ അമ്മ. എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഇതിനു മുമ്പ് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും കല്യാണത്തിന്റെ മുഹൂർത്തം തൊട്ട് ഇങ്ങോട്ട് നല്ല മാറ്റമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത്. അത് തലേണ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടേ നീ പറയുന്നതാ. അമ്മയ്ക്ക് തന്നെ അറിയാലോ ഇവിടെ നടക്കുന്നതൊക്കെ. പിന്നെ ഇനി അതിന്റെ പേരിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമുണ്ടോ? മരണം മുന്നിൽ കണ്ടാണ് സ്വന്തം വീട്ടിൽ പോലും ഞാനും ഇയാളൊക്കെ ജീവിക്കുന്നേ. ഞങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇന്നിവിടെ കാണില്ലായിരുന്നു. പതിവില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോ ആർക്കായാലും സംശയം തോന്നും. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും ചായയിലൊന്നും കലർത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ണ, ഞാനേ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടായിരുന്നു. എടാ, നീ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട്. ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കാറുണ്ട്. ആ സന്തോഷത്തിലാ ഞാൻ രാവിലെ ചായ ഇട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോ നിന്റെ കാൽ വിരല് ചലിക്കുന്നതായിട്ടാ എനിക്ക് തോന്നിയത്. അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ പ്രാർത്ഥന ഫലിച്ചെന്ന് പറയാമായിരുന്നു. എന്റെ കാല് ചലിക്കാൻ വേണ്ടിട്ടൊക്കെ അമ്മ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ? എടാ, ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെ നീ എന്നെ കാണല്ലേ. എടാ, ഇപ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും പൂജാമുറിയിൽ കയറുമ്പോഴും ഒക്കെ ആദ്യം പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാടാ മോനെ. അത് നിനക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. ആ പിന്നെ നിനക്ക് ചായ വേണമെങ്കിൽ നീ ഇട്ട് കുടിച്ചോ. നിനക്ക് ചായ ഉണ്ടാക്കി തരേണ്ട കാര്യമൊന്നും എനിക്കില്ല.